സംസ്ഥാനത്തും ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പാണുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലയിലും തീരപ്രദേശത്തും അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. തമിഴ്നാടിനും കേരളത്തിനും ഇടയിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് മഴ ശക്തമാകാൻ കാരണമായിരിക്കുന്നത്. സുനിഷ അയ്യലൂരാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ചേരുന്നത്. സുനിഷ, ഏതായാലും ഇന്നലെ നമ്മൾ കണ്ടു അതിതീവ്ര മഴയായിരുന്നു മിക്ക ജില്ലകളിലും, പ്രത്യേകിച്ച് മധ്യ കേരളത്തെയാണ് അത് മഴ കാര്യമായി ബാധിച്ചത്. ഇന്നിപ്പോൾ എവിടെയൊക്കെയാണ് മഴ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം എവിടെയെങ്കിലും ഉണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? വിനീത, ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. പക്ഷേ ഇന്നുകൂടി അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. പല മേഖലകളിലും, പ്രധാനമായും വടക്കൻ കേരളത്തിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം മുതൽ പല മേഖലകളിലും മഴ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരത്തും കാസർഗോഡും കണ്ണൂർ ജില്ലകളിലുമാണ് റെഡ് അലർട്ട്, അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ വയനാട്, കോഴിക്കോട്, മലപ്പുറം ഈ 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. മറ്റു ജില്ലകൾക്ക് നിലവിൽ ഇപ്പോൾ അലർട്ടുകളൊന്നും നൽകിയിട്ടില്ല. കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഇന്നും അതിതീവ്ര മഴ ലഭിക്കും. നാളെയും വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നതാണ്. പിന്നെ അങ്ങോട്ട് വലിയ രീതിയിൽ മഴയ്ക്കുള്ള സാധ്യതയില്ല. എങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ പെയ്യാനുള്ള സാധ്യതയാണ്. ഏതായാലും നിലവിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ കാറ്റിനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിനും തമിഴ്നാട്ടിനും മുകളിലായി ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിലൊട്ടാകെ മഴ കനക്കുന്നതിന് കാരണം. കഴിഞ്ഞ ദിവസമൊക്കെ ഈ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും മഴക്കെടുതികളും ഒക്കെ രൂക്ഷമായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ തന്നെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് നിലവിൽ ഇപ്പോൾ നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീരദേശത്തും മലയോര മേഖലകളിലും ഒക്കെ തന്നെയാണ് കൃത്യമായ സംവിധാനങ്ങൾ വേണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അത് 7 വരെ ഈ കേരള തീരത്ത് ഉണ്ടാകുമെന്നത് കൂടി അറിയിച്ചിട്ടുണ്ട്. വിനീത, ശരി സുനിഷ, ഹാവ് എ ഗ്രേറ്റ് ഡേ. നല്ല ദിവസമായിരിക്കട്ടെ. മഴ അപ്ഡേറ്റുകൾക്കായി, കൂടുതൽ വാർത്തകൾക്കായി വീണ്ടും എത്താം.